ഹായ് നമസ്കാരം. പാഠശാല ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ശരത്. ഇന്ന് തീയതി ഡിസംബർ 3, 2023. എല്ലാ ദിവസത്തെയും പോലെ 3 പത്രങ്ങൾ: ദ ഹിന്ദു, മാതൃഭൂമി, മനോരമ. അതിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളും അതിന് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ട്രാറ്റജികളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ക്ലാസ്സുകൾ കാണുന്ന വ്യക്തികൾ ഉറപ്പായിട്ടും നോട്ട് ചെയ്ത് പോവുക. ഉറപ്പായിട്ടും നിങ്ങൾ പത്രങ്ങളും കൂടെ നിങ്ങളുടെ കൈക്കൽ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്ന ഹെഡ്ലൈൻസുകളുണ്ടെങ്കിൽ ആ ഹെഡ്ലൈൻസ് ഒന്ന് വായിച്ച് നോക്കുക, അതിനെ എൻ്റയറായിട്ടൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഒരു റാങ്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമുക്കതിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേറ്റിൻ്റെ പ്രത്യേകത നോക്കാം. ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനം. ലോക ഭിന്നശേഷി ദിനം, ഇൻ്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. ഓക്കെ, നമ്മൾ ഓരോ ദിവസത്തെയും പ്രത്യേകതകൾ ഇനി മുതൽ കറണ്ട് അഫയേഴ്സിൽ ആഡ് ഓൺ ചെയ്ത് പോകുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ ബുക്കിനകത്ത് രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനം, ഇൻ്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. 1992 ഒക്ടോബർ മാസത്തിൽ UN ജനറൽ അസംബ്ലി ഈ ദിവസം ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചു. അന്ന് മുതൽ ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ലോകം മൊത്തം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത്, അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഡേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭോപ്പാൽ ദുരന്തം നടന്ന ദിവസം കൂടിയാണ് ഡിസംബർ 3. 1984 ഡിസംബർ 3 ഭോപ്പാൽ ദുരന്തം. മധ്യപ്രദേശിലെ ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും വിഷച്ചോർച്ച ഉണ്ടാവുകയും ഒരുപാട് ആളുകൾ, 16,000 മുതൽ 20,000 ആളുകൾ മരിക്കുകയും കൂടെ ചെയ്ത ഒരു ദുരന്തമാണ് ഭോപ്പാൽ ദുരന്തം. ഈ സ്ഥലത്തെ, ഈ യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഗ്രീൻ പീസ് എന്ന് പറയുന്ന ഒരു ലോക സംഘടന ഗ്ലോബൽ ടോക്സിക് ഹോട്ട്സ്പോട്ടായിട്ട് പ്രഖ്യാപിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്യാം. ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം 1984 ഡിസംബർ 3. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്കും അതേപോലെ തന്നെ ആദ്യത്തെ ഹെഡ്ലൈനിലേക്കും അതിനെ ബന്ധപ്പെട്ടെടുക്കുന്ന കറണ്ട് അഫയേഴ്സും സ്ട്രാറ്റജിയിലേക്കും പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഹെഡ്ലൈനിലേക്ക് തന്നെ പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. എഴുതിയിരിക്കണം, കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. ഡാം സേഫ്റ്റി ബിൽ, ഡാം സുരക്ഷാ ബിൽ. ഓക്കെ, നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡാമുകളെ പറ്റി പഠിക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ ഡാമും അതിനെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ന്യൂസുകളൊക്കെ ഇപ്പോൾ ന്യൂസ് പേപ്പറിനകത്ത് ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളെല്ലാം ഇനി വരും. അതുകൊണ്ട് ഈ ഒരു ന്യൂസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ PSC അല്ലെങ്കിൽ UPSC അല്ലെങ്കിൽ SSC എഴുതുന്ന വ്യക്തികൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡാം സുരക്ഷാ ബിൽ പാസ്സാക്കി. എവിടെ പാസ്സാക്കി? രാജ്യസഭയിൽ അത് പാസ്സാക്കി 2021 ഡിസംബർ 3. 2021 ഡിസംബർ 3 ഡാം സുരക്ഷാ ബില്ല് പാസ്സാക്കി. ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയതാണ് 2019 ഓഗസ്റ്റ് 2. 2019 ഓഗസ്റ്റ് 2 ലോക്സഭയിൽ പാസ്സാക്കിയ ബില്ല് ഡിസംബർ 3 2021 രാജ്യസഭയിൽ പാസ്സാക്കി. അപ്പോൾ ഈ ബില്ല് അവതരിപ്പിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ പറയണം, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഡെസിഗ്നേഷൻ കേന്ദ്ര ജലശക്തി മന്ത്രിയാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. അപ്പോൾ ഈ ബില്ലിന്റെ കീഴിൽ ഒരു അതോറിറ്റിയും ഒരു കമ്മിറ്റിയും നിയോഗിച്ചിട്ടുണ്ട്. നാഷണൽ വൈഡ് ആയിട്ടുണ്ട്, സ്റ്റേറ്റ് വൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി. ഓക്കെ, നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് ഈ ബില്ല് പ്രകാരം. ആ അതോറിറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഡാമിൻ്റെ പരിപാലനം, ഡാമിൻ്റെ നിരീക്ഷണം, ഡാമിൻ്റെ പരിശോധന, ഡാമിൻ്റെ നിയന്ത്രണം ഈ അതോറിറ്റിയുടെ കീഴിലാണ്. കേരളത്തിൽ എത്ര ഡാമുകൾ ഈ അതോറിറ്റിയുടെ കീഴിൽ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പറയണം, 50 ഡാമുകളാണ് ഈ അതോറിറ്റിയുടെ കീഴിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 5000 ഡാമുകൾ ഈ ഡാം അതോറിറ്റിയുടെ കീഴിൽ വന്നിട്ടുണ്ട്.
ഉറപ്പായിട്ടും മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിട്ടോ അത് രാജ്യത്തെ ചർച്ചാ വിഷയമായിട്ടോ നിൽക്കുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം അല്ലേ. ഈ മുല്ലപ്പെരിയാർ ഡാം ഈ ഡാം സേഫ്റ്റി അതോറിറ്റി പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഓക്കെ, അത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സമിതിയുടെ കീഴിലാണ് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയുള്ള കാര്യം നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്തല്ലോ. അപ്പോൾ അടുത്ത ഇതിലേക്ക് പോകാം, അടുത്ത സ്ട്രാറ്റജിക്കിലേക്ക് പോകാം. നോക്കുക, ശ്രദ്ധിക്കുക. ഡാമുകളുടെ സേഫ്റ്റി ആണല്ലോ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഡാമുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ചൈനയാണെങ്കിൽ, ലോകത്തെ ഡാമുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ചൈനയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം മൂന്നാമതാണ്. ഓക്കെ, ഇന്ത്യയിൽ 100 വർഷം അതിനേക്കാളും മുകളിൽ പഴക്കമുള്ള ഡാമുകളുടെ എണ്ണം എന്ന് പറയുകയാണെങ്കിൽ 293. ഇന്ത്യയിലെ മൊത്ത ഡാമുകൾ 293 ഡാമുകൾ 100 വർഷത്തിനേറെ പഴക്കമുള്ളതാണ്. അപ്പോൾ ഡാം സേഫ്റ്റി ബില്ല് അനിവാര്യമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഇന്ത്യയിലെ ഡാമുകൾ തകർന്നത്, എത്ര ഡാമുകൾ തകർന്നിട്ടുണ്ട്? നിലവിൽ 40 ഡാമുകൾ തകർന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും വലിയ ദുരന്തം ഗുജറാത്തിലായിരുന്നു 1979. മാച്ചു എന്ന് പറയുന്ന ഡാമായിരുന്നു. മാച്ചു അല്ലെങ്കിൽ അതിന് പേരിട്ടുണ്ട് മോർബി എന്ന് പറയുന്ന ഡാമാണ് തകർന്നത്. ഒരുപാട് ആൾക്കാർക്ക് ജീവഹാനി ഉണ്ടായ ഒരു ദുരന്തമാണ് 1979. ഇതിനേക്കാളും വലിയ ദുരന്തം ലോകത്ത് മൊത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ ഗിന്നസ് ബുക്കിൽ ഈ ഡാമിൻ്റെ പേരാണ് നിൽക്കുന്നത്. മോശപ്പെട്ട ഡാം ദുരന്തം, ഏറ്റവും മോശപ്പെട്ട ഡാം ദുരന്തത്തിനുള്ള ഗിന്നസ് റെക്കോർഡ് ഈ മാച്ചു എന്ന് പറയുന്ന ഡാമിനാണുള്ളത്. 1979 ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്ന ഡാമാണ് തകർന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും ഡാമുകളുടെ എണ്ണത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഓക്കെ, അപ്പോൾ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡാമുകൾ സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിലെ സ്ട്രാറ്റജിക്കിലേക്ക് വരികയാണെങ്കിൽ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. ഓക്കെ, സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതിയാണ് മണിയാർ പമ്പ. ഓക്കെ, അതേപോലെ തന്നെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയാണ് കൂത്തുങ്കൽ ഇടുക്കി. ഓക്കെ, അപ്പോൾ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ ഇടുക്കി. ഓക്കെ, അതേപോലെ തന്നെ ചൈന സഹായം ചെയ്ത ഒരു പദ്ധതിയാണ് ജലവൈദ്യുത പദ്ധതിയാണ് ഉറുമി ജലവൈദ്യുതി പദ്ധതി. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഉറുമി ജലവൈദ്യുത പദ്ധതിക്ക് സഹായം തന്നത് ആരാണ്? ചൈനയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയാണ് ന്യൂസിൽ ഒരുപാട് തവണ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള സ്ട്രാറ്റജിക്കിലേക്ക് പോകാം. മുല്ലപ്പെരിയാർ ഡാം പണി ആരംഭിച്ചത് 1887. മുല്ലപ്പെരിയാർ ഡാമിന്റെ പണി ആരംഭിച്ചത് 1887. മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി എന്ന് പറയുന്നത് ജോൺ പെനിക്വിക് ആണ്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി എന്ന് പറയുന്നത് ജോൺ പെനിക്വിക് ആണ്. പാറ്റക്കാരർ എഴുതിയ സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു വിശാഖം തിരുനാൾ. പാട്ടക്കാരർ എഴുതിയ സമയത്തെ തിരുവിതാംകൂർ രാജാവിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ പറയണം വിശാഖം തിരുനാൾ. പക്ഷേ പാട്ടക്കാരർ ഒപ്പുവെച്ച സമയത്തും ഉദ്ഘാടനം ചെയ്ത സമയത്തും വിശാഖം തിരുനാൾ അല്ല, ശ്രീമൂലം തിരുനാളായിരുന്നു തിരുവിതാംകൂർ രാജാവ്. പാട്ടക്കാരർ ഒപ്പുവെച്ച സമയവും അതുപോലെ ഉദ്ഘാടനം ചെയ്ത സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. പിന്നെ അതേപോലെ പാട്ടക്കാരർ പുതുക്കി. ഈ പാട്ടക്കാരർ പുതുക്കിയത് 1970 ശ്രീ അച്യുതൻ മേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ പാട്ടക്കരാർ പുതുക്കിയത്. ഓക്കെ, സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷൻ ഡാം സേഫ്റ്റിയെ പറ്റി, മുല്ലപ്പെരിയാർ ഡാം സേഫ്റ്റിയെ പറ്റി പഠിക്കാനും അതിൻ്റെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷനാണ് ഏത്? AS ആനന്ദ് കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡാമിനെ പറ്റി നമുക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഡാമിൻ്റെ ഒരു കറണ്ട് അഫെയർ ആണ് ഡാം സേഫ്റ്റി ബിൽ. ഓക്കെ, പാസ്സാക്കി എവിടെ? രാജ്യസഭയിൽ December 3, 2021.
അതാണ് കറണ്ട് അഫെയർ. അതിനെ ബന്ധപ്പെട്ട സ്ട്രാറ്റജികളാണ് നമ്മളിതെല്ലാം പറഞ്ഞത്. ഇതെല്ലാം നോട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഡാമിനെ പറ്റി പറയാനുണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലൊരു ക്ലാസ്സുകൾ, ഡാമിനെ പറ്റിയുള്ള ക്ലാസ്സുകൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഹെഡ്ലൈനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ഹെഡ്ലൈനിലേക്ക് പോകാം. ശ്രദ്ധിക്കുക. ദ ഹിന്ദു ന്യൂസ് പേപ്പറിലെ പേജ് നമ്പർ 1, ഡോക്ടർ സൗത്ത് ആഫ്രിക്കൻ നാഷണൽ ഇന്ത്യാസ് ഫസ്റ്റ് കേസസ് ഓഫ് ഒമിക്രോൺ. ഇന്ത്യാസ് ഫസ്റ്റ് കേസസ് ഓഫ് ഒമിക്രോൺ. അപ്പോൾ ഇതുവരെയും നമ്മുടെ രാജ്യത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ പറയാം, കർണാടകയിലാണ് ആദ്യത്തെ സ്ഥിരീകരണം. ഓക്കെ, ഒമിക്രോൺ സ്ഥിരീകരിച്ച ആദ്യത്തെ സംസ്ഥാനമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കർണാടക. ഒമിക്രോൺ അറിയാമല്ലോ, COVID-19 വകഭേദമാണ് ഒമിക്രോൺ. ഓക്കെ, അപ്പോൾ ഒമിക്രോൺ ആദ്യമേ കണ്ടത് ബോട്സ്വാന, സൗത്ത് ആഫ്രിക്കയിലെ ബോട്സ്വാനയിലാണ് ആദ്യം കണ്ടതെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യം കണ്ട സംസ്ഥാനം, ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കർണാടക. ഒമിക്രോണിന്റെ ശാസ്ത്രീയ നാമം B1.1.529. B1.1.529 ആണ് ഒമിക്രോണിന്റെ ശാസ്ത്രീയ നാമം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ന്യൂസിനകത്ത്, ഹെഡ്ലൈനകത്ത് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. അതിനകത്ത് കുറേ അനലിറ്റിക്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതൊന്നും വേണ്ട. അതിനകത്ത് വേറൊരു സംഭവം പറഞ്ഞൊരു കൺസോർഷ്യത്തെ പറ്റി പറയുന്നുണ്ട്. ഇൻസാകോഗ് എന്നാണ് ആ കൺസോർഷ്യത്തിന്റെ പേര്. ഓക്കെ, ഇന്റർനാഷണൽ സാർസ്-കോവ് ജനോമിക്സ് കൺസോർഷ്യം. ഇന്റർനാഷണൽ സാർസ്-കോവ് ജനോമിക്സ് കൺസോർഷ്യം. ജനോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിതക ശാസ്ത്രം. ഓക്കെ, ജനോമിക്സ് എന്ന് പറഞ്ഞത് ജനോമിക്സ്. ഓക്കെ, നോക്കാം. ജനോമിക്സ് എന്ന് പറയുന്നത് ജനിതക ശാസ്ത്രം. ജനോമിക്സ്. ഓക്കെ, ജനോമിക്സ് കൺസോർഷ്യം. ഓക്കെ, അത് സ്ഥാപിതമായത് 2020 ഡിസംബർ 25-നാണ്. അപ്പോൾ ഈ കൺസോർഷ്യത്തിന്റെ മെയിൻ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, കോവിഡ് കാരണം ഒരുപാട് വകഭേദങ്ങൾ ശരീരത്തുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തും ഓരോ വകഭേദങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ഒരുപാട് 50ഓളം വകഭേദങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിനകത്ത് നമ്മൾ കുറേ പഠിച്ചായിരുന്നു അല്ലേ? വേരിയന്റ് ഓഫ് കൺസേണിൽപ്പെടുന്ന വകഭേദങ്ങളാണ് ഒമിക്രോൺ എന്ന് പറയുന്നത്. ആൽഫ, ബീറ്റ, ഗാമ, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അതുപോലെ ഡെൽറ്റ, നമ്മുടെ രാജ്യത്തുണ്ടായ ഡെൽറ്റ എന്ന് പറയുന്നൊരു വകഭേദമാണ്. ഓക്കെ, ജീനകത്തുണ്ടായ ഒരു വകഭേദമാണ്. ഓക്കെ, അപ്പോൾ ഈ വകഭേദം ഡെൽറ്റ അത് നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ ഇപ്പോഴും എന്താണ് അതിൻ്റെ ഒരു നാശനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വകഭേദമാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വേറൊരെണ്ണം പഠിച്ചു, മ്യൂ എന്നും അതൊക്കെ ലാംഡ എന്നും ഒക്കെ പഠിച്ചു. വേരിയന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് വലിയ അപകടകാരി അല്ലാത്തതും പഠിച്ചു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം വകഭേദങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പഠനം നടത്താൻ വേണ്ടി ഒരു കൺസോർഷ്യമാണ് ഇൻസാകോഗ്, ഇന്റർനാഷണൽ സാർസ്-കോവ് ജനോമിക്സ് കൺസോർഷ്യം. ഓക്കെ, സ്ഥാപിതമായത് 2020 ഡിസംബർ 25. ഇതിൻ്റെ കീഴിൽ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് 28 ലബോറട്ടറി ഇതിൻ്റെ കീഴിൽ വരുന്നുണ്ട്. അപ്പോൾ 28 ലബോറട്ടറിയിലാണ് ഇതിൻ്റെ ടെസ്റ്റിങ്ങും ഇതിൻ്റെ റിസർച്ചും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഒമിക്രോൺ സ്ഥിരീകരിച്ച ആദ്യ സംസ്ഥാനം കർണാടക. ഇൻസാകോഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി. ഓക്കെ, എത്ര ലബോറട്ടറി ഉണ്ടെന്ന് മനസ്സിലാക്കി. സ്ഥാപിതമായ ദിവസമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി വളരെ അതിനെ ബന്ധപ്പെട്ടിരിക്കുന്ന ഈ കോവിഡിനെ ബന്ധപ്പെട്ടിരിക്കുന്ന അടുത്തൊരു ന്യൂസ് 6-ാമത്തെ 7-ാമത്തെ പേജിലാണ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കോവിഡിനെ ബന്ധപ്പെട്ട് കിടക്കുന്നതായതുകൊണ്ട് ഇതിനെ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തു. ഓക്കെ, ശ്രദ്ധിക്കുക. സൈക്കോവ്-D എല്ലാവർക്കും മനസ്സിലാവും. സൈക്കോവ്-D ഒരു വാക്സിനാണ്. കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷയിൽ നമ്മുടെ PSC പരീക്ഷ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച വാക്സിൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചില്ലേ? അതേപോലെ നമുക്ക് പറയാം സൈക്കോവ്-D എന്ന് പറയുന്ന വാക്സിൻ കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള വാക്സിൻ ഉൽപ്പാദിപ്പിച്ചു. അതാണ് സൈക്കോവ്-D ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചു. ഓക്കെ, നോക്കുകയും 12 തൊട്ട് 17 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്കാണ് ഇത് ആദ്യം നൽകി തുടങ്ങുന്നത്. സൈക്കോവ്-D കൊടുക്കുന്നത് എന്താണ്? 12 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. ലോകത്തിലെ ആദ്യത്തെ DNA വാക്സിൻ എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ബയോളജിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലോട്ടൊന്നും കിടക്കുന്നില്ല. എന്നാലും പറയുകയാണ്, എഴുതിയിടുക. ലോകത്തിലെ ആദ്യ DNA വാക്സിൻ ആയിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം സൈക്കോവ്-D. ഇത് ഉൽപ്പാദിപ്പിച്ച എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ഇത് വികസിപ്പിച്ചത് എവിടാന്ന് ചോദിച്ചാൽ പറയണം ഇന്ത്യയിലാണ്. ഓക്കെ, ഇന്ത്യയിലാണ് ഇത് വികസിപ്പിച്ചത്.
അപ്പോൾ ഇത് വികസിപ്പിച്ച കമ്പനിയുടെ പേരാണ് സൈഡസ് കാഡില. സൈഡസ് കാഡില എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് വികസിപ്പിച്ചത്. ഓക്കെ, അപ്പം ഇത് സൈക്കോഡി എന്ന് പറയുന്ന വാക്സിൻ വികസിപ്പിച്ച കമ്പനിയുടെ പേരാണ് സൈഡസ് കാഡില. സൈഡസ് കാഡില. ഓക്കെ, ഇതൊരു സൂചിരഹിത വാക്സിൻ ആണ്. അപ്പം ഇതൊരു സൂചിരഹിത വാക്സിൻ ആണ്. ഓക്കെ, 28 ദിവസത്തെ ഇടവേളയാണ്. ഓക്കെ, 3 ഡോസുകളുണ്ട്. 28 ദിവസം ഇടവേളയിൽ എന്തെങ്കിലും ഇത് എടുത്തിരിക്കണം. ഈ 3 ഡോസുകൾ എടുത്തിരിക്കണം. ആദ്യഘട്ടമായിട്ട് നടത്തുന്നത് 7 സംസ്ഥാനങ്ങളിലാണ്. ആദ്യഘട്ടമായിട്ട് നടത്തുന്നത് 7 സംസ്ഥാനങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ഇത് കൊടുക്കുന്ന കുട്ടികൾ, ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്ന കുട്ടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹൃദ്രോഗവും പ്രതിരോധശേഷി കുറഞ്ഞവരും അമിതഭാരമുള്ള കുട്ടികൾക്കാണ് ഇത് നൽകുന്നത്. 12 വയസ്സ് മുതൽ 17 വയസ്സ് വരെ. അതേപോലെ ഇവിടെ ഒരു പദ്ധതി പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹർ ഘർ ദസ്തക് എന്ന് പറയുന്ന പദ്ധതി. എന്താണ് ഈ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലേക്കും വാക്സിൻ എത്തിക്കുക എന്നുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ്, ഒരു ക്യാമ്പയിൻ്റെ പേരാണ് ഹർ ഘർ ദസ്തക് എന്ന് പറയുന്ന ക്യാമ്പയിൻ. അപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. അപ്പോൾ സൈക്കോഡി 12 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്നു. ലോകത്തിലെ ആദ്യത്തെ DNA വാക്സിൻ വികസിപ്പിച്ചത് കമ്പനിയുടെ പേര് സൈഡസ് കാഡില. സൂചിരഹിത വാക്സിൻ എന്ന് പറയും. 28 ദിവസത്തെ ഇടവേള വെച്ചുകൊണ്ട് 3 ഡോസുകളാണ് നൽകാൻ പോകുന്നത്. ആദ്യഘട്ടമായിട്ട് 7 സംസ്ഥാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇത് കൊടുക്കുന്ന പ്രയോറിറ്റി എന്ന് പറഞ്ഞ 7 സംസ്ഥാനങ്ങളിലെ ഹൃദ്രോഗവും പ്രതിരോധശേഷി കുറഞ്ഞവരും അതുപോലെ തന്നെ അമിതഭാരമുള്ള കുട്ടികൾക്കാണ് ഇത് നൽകുന്നത്. ഹർ ഘർ ദസ്തക് എന്ന് പറയുന്ന ഒരു സ്കീം, ഹർ ഘർ ദസ്തക് എന്ന് പറഞ്ഞ സ്കീമല്ല, ക്യാമ്പയിൻ, ഹർ ഘർ ദസ്തക് എന്ന് പറയുന്ന ക്യാമ്പയിൻ കേന്ദ്ര സർക്കാരിൻ്റെയാണ്. അതിൻ്റെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ എല്ലാ വീടുകളിലേക്കും എന്ത് ചെയ്യുക, വാക്സിൻ എത്തിക്കുക എന്നുള്ള ക്യാമ്പയിൻ്റെ ലക്ഷ്യം. ഓക്കെ, അതിൻ്റെ പേരാണ് ഹർ ഘർ ദസ്തക്. ഇൻസാക്കോഗ് പഠിച്ചു വെച്ചേക്കുക. അത് സ്ഥാപിതമായ ഇത് പഠിച്ചു വെച്ചേക്കുക. ഒമിക്രോൺ സ്ഥിതി ചെയ്ത ആദ്യത്തെ സംസ്ഥാനവും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഹെഡ്ലൈനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പേജിലേക്ക് ഹെഡ്ലൈനിലേക്ക് പോകാം. 74 കിഡ്സ് റീഹാബിലിറ്റഡ് അണ്ടർ ശരണ ബാല്യം, മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ റെസ്ക്യൂഡ് ഇൻ പത്തനംതിട്ട. ഓക്കെ, അപ്പോൾ ഒരു ന്യൂസ് പേപ്പറിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്നൊക്കെ പറയുന്നത് പ്രാദേശികമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തൊരു ഭാഗമാണ്. എങ്കിൽ പോലും നമുക്കൊരു നല്ലൊരു പദ്ധതിയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എന്നതൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എന്ത് ചെയ്യേണ്ട, അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അതിൻ്റെ ആ പദ്ധതിയുടെ പേരും അതിനെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പം എന്താണ് ആ പദ്ധതി? പദ്ധതിയുടെ പേരാണ് ശരണബാല്യം പദ്ധതിയാണ് ആ പദ്ധതിയുടെ പേര്. അതിന് നേതൃത്വം കൊടുക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ്. ഓക്കെ, സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പാണ്. അതിൻ്റെ ഒരു സ്ട്രാറ്റജിക്ക് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് സൈഡിലൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മളിതൊന്നും ഉൾപ്പെടുത്താതെ. ഓക്കെ, സംസ്ഥാന ശിശു വികസന വകുപ്പ്. ഓക്കെ, അതാണ് നേതൃത്വം കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് ശരണബാല്യ പദ്ധതി. ഈ പദ്ധതി കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒന്നിച്ചാണ് ഇത് കൊണ്ടുവന്നത്. ഓക്കെ, ഇത് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ പദ്ധതിയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, ബാലഭിക്ഷാടനം, അതുപോലെ ബാലപീഡനം എന്ന് തടയാൻ വേണ്ടിയാണ് ഈ പദ്ധതിയുടെ ഒരു എയിം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് ആദ്യം നടത്തിയത് 4 ജില്ലകളിലാണ്: കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ. ഇത് നടപ്പിലാക്കിയ ആദ്യത്തെ 4 ജില്ലകളാണ് കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ. ഇതിപ്പം ഓരോ ജില്ലകളിലേക്ക് ഇതെന്ത് ചെയ്യുന്നുണ്ട്, വ്യാപിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഈ പദ്ധതിയിലേക്ക് അപ്പം ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ, തട്ടിക്കൊണ്ട് പോകലോ അല്ലെങ്കിൽ ബാലഭിക്ഷാടനോ അല്ലെങ്കിൽ ബാലപീഡനമോ എല്ലാം നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വകുപ്പിനെ അറിയിക്കാൻ വേണ്ടി, സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിനെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ടോൾ ഫ്രീ നമ്പറാണ് ഇവിടെ നൽകിയിരിക്കുന്ന 1517. വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. 1517 ടോൾ ഫ്രീ നമ്പർ എന്തിനെ സൂചിപ്പിക്കുക, ഏത് പദ്ധതിയെ സൂചിപ്പിക്കുന്നു? ഓക്കെ, അപ്പോൾ പറയാം, ഒന്നെന്താണ്, ശരണബാല്യം പദ്ധതിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ, ബാലഭിക്ഷാടനം, ബാലപീഡനം, ഇതൊക്കെ എന്താണ്, ഈ ടോൾ ഫ്രീയിൽ എന്തെങ്കിലും അങ്ങനെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കുക. അതുപോലെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇത് ചോദിക്കാം. അതേപോലെ തന്നെ ഇന്നത്തെ ചോദ്യത്തിനകത്ത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഈ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ രക്ഷിച്ച ജില്ല എന്ന് പറഞ്ഞാൽ, കുട്ടികളെ ഏറ്റവും കൂടുതൽ രക്ഷിച്ച ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്. 74 കുട്ടികളെ എന്ത് ചെയ്തിട്ടുണ്ട്, റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ
അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിനെ പറ്റിയുള്ള സ്ട്രാറ്റജിക്ക് നിങ്ങളുടെ ബുക്കിനകത്ത് നിങ്ങൾ തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് എന്താണ് ആ വകുപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഹെഡ്ലൈനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 2 ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ന്യൂസ് ഉണ്ട്. ജസ്റ്റ് നമുക്ക് ആ ന്യൂസും കൊണ്ട് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കണ്ടന്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ഓട്ടോകാസ്റ്റ് ടു സപ്ലൈ കാസ്റ്റ് അയൺ ബ്രിക്സ് ടു വിക്രാന്ത്. ഓട്ടോകാസ്റ്റ് ടു സപ്ലൈ കാസ്റ്റ് അയൺ ബ്രിക്സ് ടു വിക്രാന്ത് എന്ന് പറയുന്നുണ്ട്. വിക്രാന്ത് എന്ന് കേട്ടപ്പോഴേ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. INS വിക്രാന്ത് കൂടെ പറയുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാക്കി ഞാൻ എന്ത് ചെയ്യുന്നു, നല്ലപോലെ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ INS വിക്രാന്തിൻ്റെ എന്താണ് സ്ട്രാറ്റജിക്കിലേക്ക് പോകാം. എന്താണ് INS വിക്രാന്ത്? ഫസ്റ്റ് ഇൻഡിജീനിയസ് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയറാണ്. ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയറാണ് INS വിക്രാന്ത്. തദ്ദേശീയമായിട്ട് ഇന്ത്യ ആദ്യമായിട്ട് തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന വിമാനവാഹിനിയാണ് INS വിക്രാന്ത്. തദ്ദേശീയം എന്ന് പറയുമ്പോൾ ഇന്ത്യ തന്നെ നിർമ്മിക്കുന്ന ആയതുകൊണ്ട് അതിൻ്റെ ഒരു അത് ഏത് സ്കീമിൽ പെടുന്നതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ആത്മനിർഭർ ഭാരത്തിൽ ഉൾപ്പെട്ടിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിച്ച പ്രൊജക്റ്റാണ് എന്താണ് പ്രൊജക്റ്റ് 75I എന്ന് പറയുന്ന പ്രൊജക്റ്റാണ്. ഇത് 2022 കമ്മീഷൻ ചെയ്യുമെന്ന് ലക്ഷ്യം വെച്ചാണ് കമ്മീഷൻ ചെയ്യുമെന്നുള്ള ലക്ഷ്യത്തിലോടുകൂടിയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു സംഭവങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ 2 ഓപ്പറേഷനെ പറ്റി ഞാനിവിടെ പറഞ്ഞിട്ട് ഇതിനെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഓപ്പറേഷനാണ്. എഴുതിയിടുക, ഓപ്പറേഷൻ സമുദ്ര സേതു 1. എന്താണ് ഓപ്പറേഷൻ സമുദ്ര സേതു? COVID-19 കൂടി മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ നമ്മുടെ രാജ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സമുദ്ര പാതയിലൂടെ എത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഇന്ത്യൻ നേവിയുടെ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സമുദ്ര സേതു 1. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഓപ്പറേഷൻ സമുദ്ര സേതു 2? 2 ഉണ്ട്. ഓപ്പറേഷൻ സമുദ്ര സേതു 1 ഉണ്ട്, 2 ഉണ്ട്. ഓപ്പറേഷൻ സമുദ്ര സേതു 2 എന്ന് പറയുന്നത് നമ്മൾ കോവിഡിൻ്റെ സമയത്ത് ഓക്സിജൻ്റെ ലഭ്യത കുറയുന്നു എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് ഓക്സിജൻ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നേവി ഇനിഷ്യേറ്റീവ് എടുത്ത ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സമുദ്ര സേതു 2. ഓപ്പറേഷൻ സമുദ്ര സേതു 2. അപ്പോൾ 2 ഉണ്ട്. ഓപ്പറേഷൻ സമുദ്ര സേതു 1 ഉണ്ട്, 2 ഉണ്ട്. നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഇടയ്ക്കായിട്ട് ജസ്റ്റ് അതുകൊണ്ട് നീ പറഞ്ഞുതരാം. ഈ ഇടയ്ക്കായിട്ട് അതിനകത്ത് ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്. ഹംബി ഹോളി എന്ന് പറയുന്ന വ്യക്തിയുടെ പിക്ചറാണ്. എല്ലാവർക്കും അറിയാം. സദേൺ നേവൽ കമാൻഡിൻ്റെ മേധാവിയാണ്. സദേൺ നേവൽ കമാൻഡിൻ്റെ മേധാവിയാണ് MA ഹംബി ഹോളി. MA ഹംബി ഹോളിയാണ് സദേൺ നേവൽ കമാൻഡിൻ്റെ മേധാവി എന്ന് പറയുന്നത്. കൊച്ചിയാണ് കേട്ടോ, കൊച്ചിയിലാണ് അതിൻ്റെ ഇത്. സദേൺ നേവൽ കമാൻഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊച്ചിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. INS വിക്രാന്ത് പറഞ്ഞേ, ഫസ്റ്റ് ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായിട്ട് ഉള്ള വിമാനവാഹിനി കപ്പലാണ്. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഹെഡ്ലൈനിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് അവരുടെ എഡിറ്റോറിയൽ സൈഡിൽ ഒരു പേജിലേക്ക് പോകാം. അവിടെ ഒരു ന്യൂസ് ഉണ്ട്. ഒരു 2 കാര്യങ്ങൾ നമുക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ കാര്യങ്ങൾ അതിനെ ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ളതാണ്. വൈറ്റ് ടച്ച് ടു അവർ റിഫ്രഷ്ഡ് ഗ്രീൻ റവല്യൂഷൻ. ഓക്കെ, ഗ്രീൻ റവല്യൂഷൻ എന്താ പറയുക? കാർഷിക വിപ്ലവമാണ്. വൈറ്റ് റവല്യൂഷൻ എന്താണ്? പാലിനെ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ, മിൽക്കിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. വർഗീസ് കുര്യൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഡോക്ടർ വർഗീസ് കുര്യൻ്റെ 100ാമത്തെ ജന്മവാർഷികമാണ്. 1921 നവംബർ 26-നാണ് ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ എന്ത് ചെയ്ത് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ 100ാം വാർഷികത്തിന് അനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് ഈ ന്യൂസ് വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംഭവമാണ്. ഓട്ടോബയോഗ്രഫി പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് അറിയിക്കാം, നിങ്ങളിലേക്ക് എത്തിക്കാം. നിങ്ങൾക്ക് അറിയാമെന്ന് അറിയാം, എന്നാൽ പോലും ഞാൻ എന്താണ് ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കിക്കേ, ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ 100ാമത്തെ ജന്മവാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ വർഗീസ് കുര്യൻ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്ന് നമുക്ക് പറയില്ലേ. ഓക്കെ, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ ആണ് ഡോക്ടർ വർഗീസ് കുര്യൻ. 100ാമത്തെ ജന്മവാർഷികം 1921 നവംബർ 26-ന് ജനിച്ചു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ഐ ടു ഹാഡ് എ ഡ്രീം. എല്ലാവർക്കും എന്തുണ്ടാവണം? ഒരു സ്വപ്നം ഉണ്ടാവണം. നമ്മുടെ സ്വപ്നം എന്താണ്? ഒരു ഗവൺമെൻറ്, ഒരു സർക്കാർ ജോലി മേടിക്കുക എന്നുള്ള സ്വപ്നമാണ് അല്ലേ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിയാണ് ഐ ടു ഹാഡ് എ ഡ്രീം. എനിക്കും ഉണ്ടൊരു സ്വപ്നം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ
അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ പറയുന്ന കറണ്ട് അഫേഴ്സിൽ ആഡ് ചെയ്യുക. ഐ ടു ഹാഡ് എ ഡ്രീം എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫി ആരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ഡോക്ടർ വർഗീസ് കുര്യൻ. ഡോക്ടർ വർഗീസ് കുര്യൻ്റെ 100ാമത്തെ ജന്മവാർഷികമാണ് ഈ വർഷം കൊണ്ടാടുന്നത്. ജനിച്ച വർഷം 1921 നവംബർ 26. ഡോക്ടർ വർഗീസ് കുര്യൻ, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ എന്താണ് അതിനെ ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. എന്താണ് വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, ഒമിക്രോനെ പറ്റിയുള്ള വീഡിയോസും ഇതെല്ലാം ഇതിൻ്റെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്ത് ചെയ്യാം, ആ ലിങ്ക് ആയിട്ടേക്കാം അതിനെ ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഹെഡ്ലൈനിലേക്ക് പോകാം. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്, ഒരു ഹിസ്റ്ററി ബന്ധപ്പെട്ട ന്യൂസാണ്. പേജ് നമ്പർ 8 ദ ഹിന്ദു. വായിക്കാം. പൈക്ക റിബല്യൻ ടു ബി ഇൻ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക്. പൈക്ക റിബല്യൻ ഇൻ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് എന്നാണ് പറയുന്നത്. എന്താണ് കാര്യമെന്ന് നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. 2 വർഷം മുമ്പ്, ഓക്കെ, 2 വർഷം മുമ്പ് ഏകദേശം നമുക്ക് പറയാം, കൃത്യമായിട്ട് പറയാം, 2018-19 കാലഘട്ടത്തിൽ അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രി പ്രകാശ് ജാവ്ഡേക്കർ HRD മിനിസ്റ്റർ പ്രകാശ് ജാവ്ഡേക്കർ പ്രഖ്യാപിക്കുകയുണ്ടായി 1857 അല്ല ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, പക്ഷേ 1817 പൈക്ക റിബല്ലിനെ എന്ത് ചെയ്യണം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ട് പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ ആഡ് ഓൺ ചെയ്യണമെന്ന് ഒരു കാര്യം പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ ചർച്ചകളൊക്കെ വരും ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്, മാനവ വിഭവശേഷി മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട് 1800, നമുക്കറിയാം 1857 മെയ് 10 മീററ്റിൽ പുറപ്പെട്ടു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. അത് തന്നെ ആയിരിക്കും ഇനി മുതൽ അങ്ങോട്ടും ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പ്രഖ്യാപിച്ചു. കൂടാതെ തന്നെ ഈ പൈക്ക റിബല്ലിനെ എന്താണ് പുസ്തകങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് കൂടി പ്രഖ്യാപിക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ എന്താണ് പൈക്ക റിബല്യൻ എന്ന് നമുക്ക് നോക്കാം. പൈക്ക റിബല്ലിൻ്റെ അർത്ഥം, പൈക്കയുടെ അർത്ഥം വാരിയർ എന്നാണ് അർത്ഥം. പൈക്കയുടെ അർത്ഥം എന്താണ്? വാരിയർ എന്നാണ് അർത്ഥം. ഓക്കെ, പൈക്ക ബിരോദ് എന്നും കൂടി അറിയപ്പെടും. പൈക്ക ബിരോദ് എന്നും കൂടി അറിയപ്പെടും. പൈക്ക റിബല്യൻ പുറപ്പെട്ട സ്ഥലം ഒഡീഷയാണ്. പൈക്ക റിബല്യൻ പുറപ്പെട്ട സ്ഥലമാണ് ഒഡീഷ. ഓക്കെ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒഡീഷയിലെ പൂരി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ റിബല്യൻ പുറപ്പെട്ട കൃത്യമായിട്ടുള്ള സ്ഥലം പറയുകയാണെങ്കിൽ. എന്താണ് ചരിത്രമെന്ന് നോക്കാം. 1803 മറാത്തയുടെ കയ്യിൽ നിന്നും ഒഡീഷ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, കൈക്കലാക്കി. ആ സമയത്തിലെ അവിടുത്തെ രാജ്യം ഖുർദ രാജ്യമാണ്. അന്ന് അവിടുത്തെ രാജ്യമാണ് ഖുർദ രാജ്യം. എന്താണ്? കിങ്ഡം ഓഫ് ഖുർദ. അവിടുത്തെ രാജാവിൻ്റെ പേരാണ് മുകുന്ദദേവ് ടു. അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു യുദ്ധം വെക്കുകയും ആ യുദ്ധത്തിൽ മുകുന്ദദേവ് ടൂവിനെ എന്താണ് ബ്രിട്ടീഷുകാർ വധിക്കുകയും കൂടെ ചെയ്തു. അതിൻ്റെ പ്രതിഷേധാർഹം ആ രാജ്യത്തിൻ്റെ സേനാധിപതിയായ ബക്ഷി ജഗബന്ധുവാണ് പൈക്ക റിബല്യൻ മുന്നോട്ട് നയിച്ചത്. ഓക്കെ, അപ്പോൾ പൈക്ക റിബല്യൻ്റെ നേതാവിൻ്റെ പേര് അല്ലെങ്കിൽ മുന്നേ നയിച്ച ആളുടെ പേരും ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ബക്ഷി ജഗബന്ധു. ഓക്കെ, ബക്ഷി ജഗബന്ധു അത് മുന്നോട്ട് നയിക്കുകയും അവിടെയുള്ള ട്രൈബ്സിനെയൊക്കെ ട്രൈബ്സിനെയും പെസൻസിനെയും അവിടെയുള്ള എല്ലാ വിഭാഗ ആൾക്കാരെയും കൂടെ കൂടിച്ചേർത്തുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വിപ്ലവം മുന്നോട്ട് നയിക്കുകയും 1817 കേട്ടോ. 1817 ആ വിപ്ലവം ആരംഭിച്ചത്. പക്ഷേ 1825 കൂടി അതിനെ അടിച്ചമർത്തി ബ്രിട്ടീഷുകാർ 1825 അത് അടിച്ചമർത്തുകയും 1825 ആ ബക്ഷി ജഗബന്ധു എന്ന് പറയുന്ന അദ്ദേഹത്തെ തുറങ്കിൽ ആക്കുകയും ചെയ്തു. ഓക്കെ, അതിനെ പ്രിസണിലാക്കുകയും ചെയ്തു. 1829 അദ്ദേഹം മരിക്കുകയും കൂടെ ചെയ്തു. ഓക്കെ, അപ്പോൾ പൈക്ക റിബല്ലിൻ്റെ മുന്നോട്ട് നയിച്ച വ്യക്തിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ പറയണം ബക്ഷി ജഗബന്ധു. ഓക്കെ, രാജ്യം കിങ്ഡം ഓഫ് ഖുർദ. ഓക്കെ, സ്ഥലം ഒഡീഷ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മാനവ വിഭവശേഷി മന്ത്രി അന്നത്തെ ഇത് പ്രഖ്യാപിക്കണം, പൈക്ക റിബല്ലിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിക്കണം എന്നുള്ള സമയത്തെ മാനവ വിഭവശേഷി മന്ത്രിയാണ് ആര്? പ്രകാശ് ജാവ്ഡേക്കർ. ഓക്കെ, പ്രകാശ് ജാവ്ഡേക്കറാണ്. ഇനി 2018 ഡിസംബർ 24 ശ്രീ നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി ഇവരെ സ്മരണാർത്ഥം സ്റ്റാമ്പും നാണയം ഇറക്കുകയുണ്ടായി. ഒഡീഷയിൽ സ്റ്റാമ്പും നാണയം
ഇറക്കുകയുണ്ടായി 2018 ഡിസംബർ 24. ഓക്കെ, ആരുടെയാ ഈ പൈക്ക റിബല്യനിൽ എന്താണ് ഇതായിട്ടുള്ള മുന്നോട്ട് നയിച്ച സമയത്തുള്ള വ്യക്തികളെ വെച്ചുകൊണ്ട് എന്താണ് സ്റ്റാമ്പും നാണയം എന്താണ് ഇറക്കുകയുണ്ടായി. ഓക്കെ, ഇപ്പോഴത്തെ അപ്പോൾ അങ്ങനെ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ അന്നത്തെ മാനവവിഭവശേഷി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ആണെങ്കിൽ ഇപ്പോഴത്തെ മാനവവിഭവശേഷി മന്ത്രി ആരാന്ന് ചോദിച്ചാൽ പറയണം ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. ഓക്കെ, നിങ്ങൾ ഇതുകൂടെ നോട്ട് ചെയ്യുക. ഇനി മുതൽ പൈക്ക റിബല്യനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിട്ട് പ്രഖ്യാപിക്കത്തില്ലെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ത് തന്നെ ആയിരിക്കും, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ പരീക്ഷകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആണ് 1857 മീററ്റിൽ പൊട്ടിപ്പുറപ്പെട്ട ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, എന്താണ് പൈക്ക റിബല്യനെ പറ്റി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നിങ്ങൾ കൂടുതൽ നോട്ട്സ് ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആഡ് ഓൺ ചെയ്യും കേട്ടോ, നിങ്ങളുടെ ബുക്കിനകത്ത് ആഡ് ഓൺ ചെയ്യും. ഓക്കെ, നമ്മുടെ ലെങ്തി ആകണ്ട, വീഡിയോസ് ഒത്തിരി ലെങ്തി ആകണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത്യാവശ്യ കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഹെഡ്ലൈനിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് അടുത്ത ഹെഡ്ലൈനിലേക്ക് പോകാം. എന്താണെന്ന് നോക്കാം. സ്മാർട്ട് സിറ്റി സ്കീം എന്ന് പറയുന്ന ഒരു സ്കീമിനെ പറ്റിയാണ് പറയുന്നത്. സ്മാർട്ട് സിറ്റി സ്കീം എന്താണെന്ന് നോക്കാം നമുക്ക്. ഇത് കൊണ്ടുവരുന്ന നീതി ആയോഗാണ്. നീതി ആയോഗിനെ പറ്റി നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹെഡ്ലൈൻ വായിക്കാം. സ്മാർട്ട് സിറ്റീസ് ഗെറ്റ് ജൂൺ 2023 ഡെഡ് ലൈൻ. എന്താണ് സ്മാർട്ട് സിറ്റി സ്കീം? നോക്കിക്കേ, 2015 ജൂൺ 25 ഈ സ്കീം കൊണ്ടുവന്നത്. 2025 ജൂൺ 25 അന്ന് ആ സ്കീം പറയുന്ന പ്രകാരം 100ഓളം സ്മാർട്ട് സിറ്റീസിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുക. ഓക്കെ, അവർ എന്താണ് ആ മിഷന് വേണ്ടി ഉണ്ടാവുന്ന അപ്പം ആ 2015 ജൂൺ 25 100ഓളം സിറ്റീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്ന് ഒരു മിഷൻ ഏറ്റെടുക്കുക. ഈ മിഷന് കാലാവധി 5 വർഷമാണ്. ഓക്കെ, ഈ മിഷന് കാലാവധി 5 വർഷമാണ്. ഈ 5 വർഷം കൊണ്ട് ആരാണോ ആദ്യമേ എന്താണ് നല്ല ഇതായിട്ടുള്ള ഒരു കുറേ മാനദണ്ഡങ്ങളൊക്കെ പറയുന്നുണ്ട്, ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആരാണോ ഈ ഒരു ഇതിനകത്ത് മുൻ വരുന്നത് അവർക്ക് അവാർഡുകൾ നൽകുമെന്നാണ് ഈ സ്കീം പറയുന്നത്. അപ്പം 100ഓളം പ്രൊജക്റ്റുകളാണ് കേട്ടോ. അപ്പം 100ഓളം പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ആരാണോ മുൻപന്തിയിൽ ചെയ്തത്. അപ്പോൾ അതിന് ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ടായിരുന്നു. 2016 ഇത് ആരംഭിച്ചത്. 2021 ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ട്. ആ 2021 ഡേറ്റ് അല്ലെങ്കിൽ ആ വർഷം 2023 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഡെഡ് ലൈനായിട്ട് വെച്ചിട്ടുണ്ടെന്ന്. കാരണം ഇതിനിടയ്ക്ക് കോവിഡൊക്കെ വന്നില്ലേ, അത് എത്തിച്ചിട്ടുണ്ടെന്നാണ് 2023 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സ്മാർട്ട് സിറ്റി സ്കീം നീതി ആയോഗാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. വർഷം 2015 ജൂൺ 25. 100 സ്മാർട്ട് സിറ്റികളാണ് ഇതിനകത്ത് പങ്കെടുക്കുന്ന ഈ കോമ്പറ്റീഷനകത്ത് പങ്കെടുക്കാൻ അനുവദിച്ചിട്ടുള്ളത്. ഓക്കെ, 2020 ഈ ഒരു അവാർഡ് സ്മാർട്ട് സിറ്റീസ് അവാർഡ് സ്മാർട്ട് സിറ്റീസ് അവാർഡ് 2020 പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനകത്ത് ഇൻഡോറും സൂററ്റുമാണ് മുൻപന്തി വന്നത്. ഓക്കെ, മുൻപന്തിയിൽ വന്നത് അതുകൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക. അതൊരു ഒരു സ്ട്രാറ്റജിക്കാണ്. അതേപോലെ തന്നെ ഇവിടെ പറയുന്നതാണ് 4 സ്തംഭങ്ങളുണ്ട്. ഈ സ്മാർട്ട് സിറ്റി സ്കീമിന് 4 സ്തംഭങ്ങളുണ്ട്. സാമൂഹിക അടിസ്ഥാന സൗകര്യം. ഓക്കെ, അപ്പോൾ ആ സ്മാർട്ട് സിറ്റീസ് എന്തുകൊണ്ട് വർദ്ധിപ്പിക്കുക? സാമൂഹിക അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക, ഭൗതിക അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക, സ്ഥാപന അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക, അതുപോലെ സാമ്പത്തിക അടിസ്ഥാനം വർദ്ധിപ്പിക്കുക. അതായത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ 4 സ്തംഭങ്ങൾ എന്തിൻ്റെ സ്മാർട്ട് സിറ്റി സ്കീമിൻ്റെ സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. സ്മാർട്ട് സിറ്റി സ്കീം നിലവിൽ വന്ന വർഷം 2015 ജൂൺ 25. 2016-18 സമയത്താണ് 100 സിറ്റീസുകളെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കോമ്പറ്റീഷൻ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2021 ആയിരുന്നു ഡെഡ് ലൈൻ. പക്ഷേ അത് എന്ത് ചെയ്തു, 2021 എക്സ്റ്റെൻഡ് ചെയ്തു. 2020 എന്താണ് സ്മാർട്ട് സിറ്റീസ് അവാർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനകത്ത് ഇൻഡോറും സൂററ്റുമാണ് മുൻപന്തിയിൽ വന്നത്. ഫസ്റ്റ് പ്രൈസായിട്ട് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. 4 സ്തംഭങ്ങളുണ്ട്, 4 പില്ലേഴ്സ് ഉണ്ട്. സാമൂഹിക അടിസ്ഥാന സൗകര്യം, ഭൗതിക അടിസ്ഥാന സൗകര്യം, സ്ഥാപന അടിസ്ഥാന സൗകര്യം, സാമ്പത്തിക അടിസ്ഥാന സൗകര്യം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബുക്കിൽ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഹെഡ്ലൈനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഹെഡ്ലൈനിലേക്ക് പോകാം. പേജ് നമ്പർ 11 ശ്രദ്ധിക്കുക. കംബോഡിയാസ് ഹുൻ സെൻ ബാക്ക് സൺ ടു ടേക്ക് ഓവർ ലീഡർഷിപ്പ്. കംബോഡിയ എന്ന് പറയുന്ന രാജ്യത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഹുൻ സെൻ എന്ന് പറയുക. ഹുൻ സെൻ എന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ്, വളരെ പവർഫുള്ളാണ്.
3 ഡെക്കേഡായിട്ട് എന്ത് ചെയ്യുന്നു, കംബോഡിയ ഭരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയും കൂടിയാണ്. അദ്ദേഹം മാറിയിട്ട് ആരിലേക്ക് എന്താണ് സ്ഥാനം ഏൽപ്പിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ മകനായ ഹുൻ മാനറ്റ് എന്ന് പറയുന്ന വ്യക്തിയിലോട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, മകനിലോട്ട് എന്താണ് കംബോഡിയയുടെ ഈ പ്രൈം മിനിസ്റ്റർ എന്നുള്ള സ്ഥാനം നൽകുകയും ചെയ്യുകയാണ്. അപ്പോൾ അത്രയും പഠിക്കുക. പഴയ പ്രൈം മിനിസ്റ്റർ ആരാണ്, ഹുൻ സെൻ. പുതിയ പ്രൈം മിനിസ്റ്റർ ആരാണ്, ഹുൻ മാനറ്റ്. അതുപോലെ ക്യാപിറ്റൽ, കംബോഡിയയുടെ ക്യാപിറ്റൽ. ഒരു രാജ്യം പഠിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ പഠിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ക്യാപിറ്റൽ നോം പെൻ. എന്താണ് ക്യാപിറ്റൽ? നോം പെൻ എന്നാണ് അതിൻ്റെ ക്യാപിറ്റലിൻ്റെ പേര്. കംബോഡിയയുടെ ക്യാപിറ്റലിൻ്റെ പേര് നോം പെൻ. അതേപോലെ തന്നെ കംബോഡിയയുടെ കറൻസിയുടെ പേരാണ് കംബോഡിയൻ റിയൽ. കംബോഡിയൻ റിയാൽ. റിയാൽ എന്ന് വായിക്കരുത്, റിയൽ. RIEL, കംബോഡിയൻ റിയൽ. കംബോഡിയൻ റിയൽ. കംബോഡിയയുടെ പുതിയ പ്രൈം മിനിസ്റ്ററിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ പറയണം, ഹുൻ മാനറ്റ്. കംബോഡിയയുടെ തലസ്ഥാനം നോം പെൻ. കംബോഡിയയുടെ കറൻസിയുടെ പേര് റിയൽ, RIEL. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, അടുത്ത ന്യൂസ് എന്താണ് പറയുന്നത് നോക്കാം നമുക്ക്. ഒരു മിസ് കേരള എന്ന് പറഞ്ഞ ഒരു ഈവൻറ്റിനാണ് മിസ് കേരള 2021, 22ാമത്തെ മിസ് കേരള എന്ന് പറയുന്ന ഈവൻ്റാണ്. മിസ് കേരള 2021. അപ്പോൾ അത് ആർക്കൊക്കെ ലഭിച്ചതെന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ പേരാണ് മിസ് കേരള 2021. പ്രോഗ്രാമിൻ്റെ പേരാണ് ഇംപ്രസാരിയോ മിസ് കേരള. ഇംപ്രസാരിയോ മിസ് കേരള എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര് ആയിരുന്നു. 22ാമത്തെ മിസ് കേരള 2021 നടന്നത്. പ്രൈസ് ലഭിച്ച മിസ് കേരളയായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ്? ഗോപിക സുരേഷിനെയാണ്. ഗോപിക സുരേഷിനെയാണ് ഫസ്റ്റ് എന്താണ് മിസ് കേരള 2020 പ്രഖ്യാപിച്ചത്. അപ്പോൾ മിസ് കേരള 2021 ആരാന്ന് ചോദിച്ചാൽ പറയണം, ഗോപിക സുരേഷ്. ഫസ്റ്റ് റണ്ണറപ്പ് ആണ് ലിവ്യ പീഫി. ലിഫി എന്നാണ് ഫസ്റ്റ് റണ്ണറപ്പ്. അതുപോലെ ഗഗന ഗോപാൽ ആണ് സെക്കൻഡ് റണ്ണറപ്പ് കേട്ടോ. സെക്കൻഡ് റണ്ണറപ്പ് ഗഗന ഗോപാലാണ്. 25 മത്സരാർത്ഥികളുണ്ടായിരുന്നു. അതിനകത്തു നിന്നാണ് ഗോപിക സുരേഷിനെ ഫസ്റ്റായിട്ട് തിരഞ്ഞെടുത്തത്, മിസ് കേരളയായിട്ട് തിരഞ്ഞെടുത്തത്. 3 വിഭാഗമായിട്ടാണ് ഈ മത്സരം നടന്നത്. കേരളി വിഭാഗം, ലഹങ്ക, അതുപോലെ തന്നെ ലഹങ്ക ഗൗൺ എന്ന് പറയുന്ന 3 ഈവൻ്റായിട്ട് 3 സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു മത്സരം നടന്നത്. അപ്പോൾ മിസ് കേരള 2020 ആരാന്ന് ചോദിച്ചാൽ പറയണം, ഗോപിക സുരേഷ്. 22ാമത്തെ മിസ് കേരള കേട്ടോ. 22ാമത്തെ മിസ് കേരളയാണ് ഗോപിക സുരേഷ്. അപ്പോൾ ആ ഈവൻ്റെ പേരെന്താണ്? ഇംപ്രസാരിയോ മിസ് കേരള. ഇംപ്രസാരിയോ മിസ് കേരളയാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അടുത്ത ഹെഡ്ലൈനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ഹെഡ്ലൈനിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻറ്റ് ഹെഡ്ലൈനാണ്. സ്പോർട്സ് പേജിൽ നിന്നുകൊണ്ട് ആയതുള്ളതാണ്. പിന്നെ ഇന്ത്യക്കാരിയാണ്. അതുകൂടാതെ തന്നെ കേരളത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, അഞ്ജു ബേബി ജോർജിനെ പറ്റിയാണ്. എല്ലാവർക്കും അറിയാം മഞ്ജു ബേബി ജോർജ് ആരാണ് എന്താണെന്നുള്ള ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഫസ്റ്റ് ഇന്ത്യൻ to receive World Athletics Award. First Indian to receive World Athletics Award. ആദ്യമായിട്ടാണ് എന്താണ് ഒരു ഇന്ത്യന് വേൾഡ് അത്ലറ്റിക്സ് അവാർഡ് കിട്ടുന്നത്. അത് കിട്ടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ വുമൺ ഓഫ് ദി ഇയർ ആണ് അവാർഡ്. വുമൺ ഓഫ് ദി ഇയർ ആണ് അവാർഡ്. വുമൺ ഓഫ് ദി ഇയർ അവാർഡ് നൽകിയത് എന്തിനു വേണ്ടിയാണെന്ന് നോക്കിക്കേ. എന്താണ് റീസൺ നോക്കിക്കേ. എന്തിനെ അടിസ്ഥാനമാക്കിയാൽ കൊടുത്തേ? ഗ്രൂമിങ് ടാലൻറ്റ് ഇൻ ദ കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള പ്രതിഭകളെ കണ്ടെത്തി പരിശീലിപ്പിക്കുക. അതേപോലെ തന്നെ ജെൻഡർ ഇക്വാളിറ്റി നടപ്പിലാക്കിയതിന് വേണ്ടി അതിനെ ബന്ധപ്പെടുത്തിയാണ് അഞ്ജു ബേബി ജോർജിന് എന്താണ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് നൽകിയത്. വേൾഡ് അത്ലറ്റിക്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് നൽകിയത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്, അഞ്ജു ബേബി ജോർജ് തന്നെ പറയുന്നുണ്ട് ആരെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ശൈലി സിംഗ് എന്ന് പറയുന്ന ഝാൻസിയിലുള്ള ഒരു പെൺകുട്ടിയെ പരിശീലിപ്പിക്കുകയും അതേപോലെ അണ്ടർ 20 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടാൻ സഹായിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് അഞ്ജു ബേബി ജോർജ്. അപ്പോൾ അഞ്ജു ബേബി ജോർജ് പരിശീലിപ്പിച്ച സിൽവർ മെഡൽ നേടിയ, വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ പറയണം, ശൈലി സിംഗ് കേട്ടോ. ശൈലി സിംഗ് ഫ്രം ഝാൻസി കേട്ടോ. ഝാൻസി എന്നാണ്, ഝാൻസി. അത്ര ഉൾപ്പെടുത്തിയിട്ടില്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ രാജ്യത്തിൽ നിന്നുള്ള പ്രതിഭകളെ കണ്ടെത്തുക, പരിശീലിപ്പിക്കുക, അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക, ലോകത്തിലൊരു എന്താണ് ഫേമസ് ആക്കുക എന്നുള്ള. അതുകൂടാതെ തന്നെ ജെൻഡർ ഇക്വാളിറ്റിയും കൊടുത്തതിനാണ് നൽകിയതിനാണ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് അഞ്ജു ബേബി ജോർജിന് കിട്ടിയത്. ഇനി അഞ്ജു ബേബി ജോർജിൻ്റെ നമ്മുടെ സ്ട്രാറ്റജിക്കിലേക്ക് വരുവാണെങ്കിൽ, ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2003 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് പാരീസിൽ നടന്നപ്പോൾ അവിടെ വെങ്കലം ലഭിച്ച വ്യക്തിയാണ്. കൂടാതെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു വ്യക്തിക്കാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ
ഒരു അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒരു മെഡൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വെങ്കല മെഡലാണ് കിട്ടിയത് 2003 പാരീസിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ. ആദ്യ ഇന്ത്യനാണ് കേട്ടോ ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യനാണ്. ഒരു ചാമ്പ്യൻഷിപ്പിൽ, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒരു മെഡൽ ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്, ഇന്ത്യനാണ്. ഓക്കെ, ആദ്യ ഇന്ത്യക്കാരി മാത്രമല്ല ആദ്യ ഇന്ത്യനാണ് കേട്ടോ. അതുപോലെ തന്നെ എന്തൊക്കെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് നോക്കാം നമുക്ക്. അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്, ഖേൽ രത്ന കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അർജുന അവാർഡും ഖേൽ രത്നയും പത്മശ്രീയും എല്ലാം ലഭിച്ചിട്ടുള്ള ആളാണ് അഞ്ജു ബേബി ജോർജ്. അതുപോലെ തന്നെ BBC ബെസ്റ്റ് അത്ലറ്റിക്സ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്. ഓക്കെ, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഫോർ ബെസ്റ്റ് അത്ലറ്റിക് എന്നുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് 2021. അപ്പോൾ 2021 BBC അവാർഡും ലഭിച്ചിട്ടുണ്ട് അഞ്ജു ബേബി ജോർജിന്. അപ്പോൾ പഠിക്കുക, ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് എന്താണ് വേൾഡ് അത്ലറ്റിക്സ് അവാർഡ് ആരാണ്? അഞ്ജു ബേബി ജോർജ് ഫോർ ഗ്രൂമിംഗ് ടാലൻറ്റ് ഇൻ ദ കൺട്രി ആൻഡ് അഡ്വക്കേറ്റിംഗ് എന്താണ് ജെൻഡർ ഇക്വാളിറ്റി. പരിശീലിപ്പിച്ച ജാൻസിൽ നിന്നുള്ള പെൺകുട്ടിയുടെ പേരെന്താണ്? അണ്ടർ 20 വേൾഡ് കപ്പിൽ അണ്ടർ 20 വേൾഡ് കപ്പ് എന്നോളും അണ്ടർ 20 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡലും ലഭിച്ച വ്യക്തിയാണ് ശൈലി സിംഗ്. ഓക്കെ, ശൈലി സിംഗ്. ഓക്കെ, നമുക്കന്നേരം അടുത്ത ഇതിൻ്റെ അവാർഡുകളെ പറ്റി നോക്കാം. ശ്രദ്ധിക്കുക, മികച്ച പുരുഷ താരം. ഓക്കെ, അത്ലറ്റിക്സ് അവാർഡിന്റെ മികച്ച പുരുഷ താരമാണ് കാസ്റ്റൽ വാർഹോം. നോർവേയിലെ കാസ്റ്റൽ വാർഹോം ആണ് മികച്ച പുരുഷ താരം. അതുപോലെ മികച്ച വനിതാ താരം പറയുന്നുണ്ട്. അപ്പോൾ മറ്റേത് നമുക്ക് അഞ്ജു ബേബി ജോർജ് കിട്ടിയത് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അവാർഡ് കിട്ടിയിട്ടുണ്ട്, അത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞ മികച്ച വനിതാ താരമാണ്. ഓക്കെ, എലൈൻ തോംസൺ, ജമൈക്കയിലെ എലൈൻ തോംസൺ ആണ്. ഓക്കെ, ലെലൈൻ തോംസൺ ആണ് മികച്ച വനിതാ താരമാണ്. ഓക്കെ, ജമൈക്കയിൽ. പിന്നെ അതേപോലെ തന്നെ ഫീമെയിൽ റൈസിംഗ് സ്റ്റാർ, US ഫീമെയിൽ റൈസിംഗ് സ്റ്റാർ. ഓക്കെ, അത്ലറ്റിക്സ് അവാർഡിനകത്ത് വരുന്നൊരു ഇതാണ് ഫീമെയിൽ റൈസിംഗ് സ്റ്റാർ ലഭിച്ചതാണ് എത്തിങ് മ്യൂ, US എത്തിങ് മ്യൂനാണ്. ഓക്കെ, ടോക്കിയോ ഒളിമ്പിക്സിലെ 2020 നടന്ന ടോക്കിയോ ഒളിമ്പിക്സിലെ അതിനകത്ത് 800 മീറ്ററിന് ഗോൾഡ് മെഡൽ കിട്ടിയ 19 വയസ്സുകാരി കേട്ടോ. 19 ഇയേഴ്സ് ഓൾഡ് ആണ്. ഓക്കെ, 19 വയസ്സുകാരിയാണ് എത്തിങ് മ്യൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതിയിടുക. ഓക്കെ, എത്തിങ് മ്യൂ റൈസിംഗ് സ്റ്റാർ, ഫീമെയിൽ റൈസിംഗ് സ്റ്റാർ. ഓക്കെ, 800 മീറ്റർ ടോക്കിയോ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടി 800 മീറ്ററിന് എത്തിങ് മ്യൂ, USA കാരിയാണ്. അപ്പോൾ മികച്ച പുരുഷ താരം നോർവേ, മികച്ച വനിതാ താരം എലൈൻ തോംസൺ ജമൈക്ക, എത്തിങ് ന്യൂ ഫീമെയിൽ റൈസിംഗ് സ്റ്റാർ USA ടോക്കിയോ 2021 ഒളിമ്പിക്സിലെ ഗോൾഡ് മെഡലും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് നല്ല ന്യൂസുകളുണ്ടായിരുന്നു, ഒരുപാട് ന്യൂസുകൾ ഇന്നുണ്ടായിരുന്നു, ഒരുപാട് സ്ട്രാറ്റജികൾ, ഒരുപാട് കറണ്ട് അഫയേഴ്സും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യുക. കൂടാതെ തന്നെ നാളെ മുതൽ നമ്മളിപ്പോൾ ഒരു 10ഓളം വീഡിയോസ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നാളെ ഒരു ക്വിസ് നമ്മുടെ ചാനലിൽ നടത്തുന്നതാണ്. ഒരു 7 മണിക്ക് നമ്മൾ ക്വിസ് നടത്തുന്നതാണ്. അതെല്ലാവരും പങ്കെടുക്കുക ആ ക്വിസുകൾ. അപ്പോൾ ഓരോ ആഴ്ച ക്ലാസ്സിൽ കഴിയുന്തോറും നമ്മൾ ആ ശനി ഞായറും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വിസുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാവരും പങ്കെടുത്ത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്കെല്ലാം ഓർമ്മയിൽ വരുന്നുണ്ട്, ഒരു റിവിഷൻ പോലെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക. അടുത്ത ദിവസങ്ങളിൽ വേറെ പുതിയ വീഡിയോസുകളായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. തിങ്കളാഴ്ചയുള്ള ഇനിയും നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്. ഓക്കെ, ശനി ഞായറുമില്ല. ശനി ഞായറത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും തിങ്കളാഴ്ച നമ്മൾ ക്ലാസ് തരുന്നത്. കാരണം ശനി ഞായറും അധികം ന്യൂസുകൾ വരാത്തതുകൊണ്ടും അതുകൊണ്ട് തിങ്കളാഴ്ച നമ്മൾ ക്ലാസ്സുകൾ തരുന്നത്. അപ്പോൾ അതുവരെ എല്ലാവർക്കും നമസ്കാരം, നന്ദി, നമസ്കാരം, ശരി.